നമസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മോഹൻലാൽ ചൊല്ലിയ കവിതയെക്കുറിച്ചുള്ള വിവാദം സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നു. ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു മോഹൻലാൽ കവിത ചൊല്ലിയത്. മഹാകവി കുമാരനാശാന്റെ വീണപ്പൂവിലെ 2 വരി എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കവിത ചൊല്ലിയത്. എന്നാൽ ഇപ്പോൾ ഈ കവിതയെക്കുറിച്ചുള്ള വിവരമാണ് സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നത്. മോഹൻലാൽ പറഞ്ഞ വരികൾ വീണപ്പൂവിലേത് അല്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കണ്ടെത്തിയിരിക്കുന്നത്. ആശാന്റെ തന്നെ കവിതയായ ചണ്ടാല ഭിക്ഷുകിയിലേതാണ് ഈ വരികൾ എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വിവാദം കൊഴുക്കുമ്പോഴും മോഹൻലാൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മോഹൻലാലിനെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വലിയ വേദിയിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട്. AI ചതിച്ചതാണെന്ന മട്ടിലുള്ള രസകരമായ കമന്റുകളും വരുന്നുണ്ട്. മോഹൻലാലിന് പ്രസംഗം എഴുതിക്കൊടുത്തയാൾ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും പൂവ് കണ്ടപ്പോൾ വീണപ്പൂവെന്ന് തെറ്റിദ്ധരിച്ചതാവാമെന്നും വിമർശിക്കുന്നവരുണ്ട്. ഒരു വലിയ പുരസ്കാര ചടങ്ങിൽ യോജിക്കുന്ന വരികളല്ല മോഹൻലാൽ ചൊല്ലിയതെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. മോഹൻലാൽ നോക്കിയത് ChatGPT ആണെന്നും ChatGPTയിൽ ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ ഇങ്ങനെ പലതും കിട്ടുമെന്നും പറയുന്നവരുണ്ട്. അതേസമയം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ ഡൽഹിയിൽ ചൊല്ലിയ 2 വരി കവിത ഇതുവരെ ആരുടേതാണെന്ന് സൈബർ അന്വേഷകരും കണ്ടെത്തിയിട്ടില്ല. പ്രശസ്ത കവിതകളുടെ എല്ലാം കവിതകൾ ചൂണ്ടിക്കാണിച്ച് നിരവധി പേർ രംഗത്തെത്തിയെങ്കിലും ഇതുവരെ ഏത് കവിതയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും അന്വേഷണം നടക്കുന്നതിനിടയിൽ ChatGPTയും മെറ്റയും ജെമിനിയും പോലുള്ള AI പ്ലാറ്റ്ഫോമുകളെ വിശ്വസിക്കരുതെന്ന കാര്യവും സൈബർ പോരാളികൾ മനസ്സിലാക്കി. കാരണം ഓരോ തവണയും ഓരോ കവിതകളുടെ പേരാണ് ChatGPT നൽകിയത്. ഇനി മോഹൻലാലിനോട് തന്നെ ചോദിക്കണമെന്ന അഭിപ്രായമാണ് സാഹിത്യ ആസ്വാദകരുടേത്. മോഹൻലാൽ ചൊല്ലിയ കവിതാ ഭാഗം വീണപ്പൂവിലേതല്ലെന്ന് വ്യക്തമായതോടെയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വ്യാപക തെരച്ചിൽ തുടങ്ങിയത്. ആരുടെ കവിത എന്നായിരുന്നു അന്വേഷണം. മിക്ക ന്യൂസ് ചാനലുകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആ കവി ആരാണെന്ന് പറയാമോ എന്ന ചോദ്യം മലയാളികൾക്ക് മുന്നിൽ വെച്ചു. അതോടെ മലയാളി സാഹിത്യ ആസ്വാദകർ AI പ്ലാറ്റ്ഫോമുകളിൽ തലങ്ങും വിലങ്ങും അന്വേഷണം തുടങ്ങി. എല്ലാ പ്ലാറ്റ്ഫോമുകളും തിരച്ചിലുകാരെ ഓട്ടിച്ചിട്ട് പറ്റിച്ചു. മലയാളത്തിലെ മിക്ക കവികളുടെ പേരുകളും ഓരോ തവണ തിരയുമ്പോഴും AI മറുപടിയായി നൽകി. വയലാർ, D. വിനയചന്ദ്രൻ, ബാലകൃഷ്ണൻ നായർ, P. ഭാസ്കരൻ, ഇടപ്പള്ളി, G. ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി കവികളുടെ പേരുകൾ ഉത്തരമായി ലഭിച്ചു. ഇടയ്ക്ക് ബാലാമണി അമ്മയുടെ പേരും ഉത്തരമായി നൽകി. പറ്റിക്കലിൽ ലിംഗസമത്വം പുലർത്താനും AI ശ്രദ്ധിച്ചു. കവിതകളുടെ പേരും പലപ്പോഴും പലതായിരുന്നു. മിക്ക പേരുകളിലും പൂവ് എന്ന പദം വരെ നിർമ്മിത ബുദ്ധന്മാർ ജാഗ്രത പുലർത്തി. അതേസമയം സ്വന്തം ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണെങ്കിലും ആരെങ്കിലും എഴുതി കൊടുത്തതാണെങ്കിലും പറയുന്നതിന് മുൻപ് തീർച്ചയായും ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. മോഹൻലാൽ വീണപ്പൂവ് വായിച്ചിരിക്കാമെന്ന നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ സ്വന്തം ജീവിതത്തിലെ ഒരു പരമോന്നത സന്ദർഭത്തിൽ പറയുന്ന വാക്കുകളിൽ തെറ്റ് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും അഭിപ്രായമുയരുന്നുണ്ട്.